പൂപ്പ സുഖമാണോ? അമ്മാവൊക്കെ വീട്ടിലുണ്ടാ? ക്രിസ്മസ് ഒക്കെ എവിടം വരെയായി? സ്റ്റാറൊക്കെ തൂക്കിയാ? പുൽക്കോടൊക്കെ റെഡിയാക്കിയാ? ഞങ്ങളോട് സ്റ്റാറും പുൽക്കോടൊക്കെ റെഡിയാക്കി. അപ്പൂപ്പന്റെ കാലത്ത് ഈ ക്രിസ്മസ് എങ്ങനെയായിരുന്നു ഒന്ന് പറയാമോ? അപ്പൂപ്പന് സന്തോഷമായി. മക്കൾക്ക് വിളിക്കാൻ തോന്നിയല്ലോ. അമ്മാമ്മ അടുക്കളയിലുണ്ട്. അപ്പൂപ്പനും അമ്മമ്മയ്ക്കും കഞ്ഞി കുടിക്കണ്ടേ? എന്നാലും സന്തോഷമായി. മോൻ ചോദിച്ചില്ലേ അപ്പൂപ്പനോട് അപ്പൂപ്പൻ്റെ കാലത്ത് ക്രിസ്മസൊക്കെ എങ്ങനെയായിരുന്നു? ഇതൊക്കെയാണ് ക്രിസ്മസ് മക്കളെ. നല്ല തണുപ്പുള്ള സമയമാണ്. എല്ലാ ദിവസവും പള്ളി പൊക്കോണം. രാവിലെ എഴുന്നേറ്റിട്ട് അന്ന് 25 ദിവസവും ഞങ്ങളെ പള്ളി വിടും. കുമ്പസാരിച്ചോണം, കുർബാനയ്ക്ക് മര്യാദയ്ക്ക് കൂടിക്കോണം, കുർബാന സ്വീകരിച്ചോണം. അല്ലെങ്കിൽ അപ്പാപ്പൻ വരുമ്പോൾ ചോദിക്കും, അടിയും കിട്ടും നന്നായിട്ട്. പിന്നെ നക്ഷത്രം മുളയുടെ കോലിങ്ങനെ ചീന്തിയിട്ട് നക്ഷത്രമൊക്കെ ഇങ്ങനെ കെട്ടി നല്ല വർണ്ണക്കടലാസൊക്കെ വെച്ച് പൊതിഞ്ഞിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ഒന്നും ബൾബൊന്നും ഇല്ല, കറണ്ടൊന്നും ഇല്ല അന്നത്തെ കാലത്ത്. അന്ന് കുഞ്ഞി മെഴുതിരി അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി വെച്ച് നക്ഷത്രം കത്താണ്ട് നോക്കണ്ടേ. പിന്നെ ക്രിസ്മസിൻ്റെ കരോള്, അതൊരു ഒന്നൊന്നര സംഭവമാണ്. ഇപ്പോഴൊക്കെ അല്ലേ TV മൊബൈലൊക്കെ ആയിട്ട് അതിൻ്റെ മുമ്പിൽ കയറി കുത്തിരിക്കുന്നത്. കരോളായി കഴിഞ്ഞാൽ എല്ലാവരും പോന്നോണം. അപ്പാപ്പന് നിർബന്ധമായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് പിന്നെ പ്രാക്ടീസ് ഉണ്ട്. 2 ദിവസമൊക്കെ മുമ്പ് ഉണ്ണി പിറന്നു ബെത്ലഹേമിൽ അന്നത്തെ അതൊക്കെ പാടി കയ്യും കൊട്ടി പാട്ടയമേട്ട കൊട്ടണത്. കൊട്ടാനായിട്ട് തപ്പുമ്പോൾ തകിലൊന്നുമില്ല. അതുമൊക്കെ ഇട്ട് കൊട്ടി പാടി പഠിച്ച് എന്തൊരു സന്തോഷമാണ്, എന്തൊരു ആരവമാണ്. എല്ലാ വീട്ടിൽ നിന്നും കിട്ടും എന്തെങ്കിലുമൊക്കെ തിന്നാനായിട്ട്. അതൊക്കെ ഇങ്ങനെ കഴിച്ച് അങ്ങനെ ക്ഷീണിച്ച് അവശതയായിട്ട് ഞങ്ങൾ പാതിരാ കുർബാനയ്ക്ക് അങ്ങോട്ട് പോകും. ഒരു 2:30-3 മണിയാവും വീട്ടിലെത്തുന്നത്. പിന്നെ ക്ഷീണിച്ച് അങ്ങോട്ട് കിടന്നുറങ്ങും. പിറ്റേ ദിവസം എണീക്കാനായിട്ട് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നറിയോ? നമ്മുടെ നോമ്പ് വീടണ ദിവസമല്ലേ. രാവിലെ തുടങ്ങി അമ്മയുടെ കോഴിക്കറിയും അപ്പവും പിന്നൊരു പുകില. ഉച്ചയാകുമ്പോഴേക്കും എല്ലാവരും എത്തും. എല്ലാവരും എല്ലായിടത്തും പോകും. എല്ലാവരെയും കാണാൻ പറ്റണ സമയമാണ്. എന്തൊരു സന്തോഷമാണെന്നറിയോ? ഇപ്പോഴൊക്കെയല്ലേ ആരെയും കാണാൻ പറ്റാത്തത്. ക്രിസ്മസ് ആവും. ഇത്ര തിരക്കാണെങ്കിലും ക്രിസ്മസിൻ്റെ അന്ന് മക്കളപ്പാപ്പനെയും അമ്മാമ്മേനെയൊക്കെ വിളിക്കണം കേട്ടോ. പാതിരാ കുർബാനയ്ക്കൊന്ന് പോകാൻ വയ്യ. രാവിലത്തെ കുർബാന കഴിയുമ്പോൾ പാപ്പൻ്റെ മക്കൾ വിളിക്കണം.